ഹായ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ല വഴിയാണ്. കാസർഗോഡ് ജില്ലയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ കേട്ട് കാണും, മുതലയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ, ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്തുള്ള കേട്ടോ, തിരുവനന്തപുരത്തുള്ള അനന്തപത്മനാഭി സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഇവിടെയാണെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് വരാം. അവിടത്തേക്കാണ് ഇന്നത്തെ യാത്ര. ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് നമ്മൾ കാണുന്നത്. അനന്തപുരി ക്ഷേത്രത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെ ശ്രീ ലക്ഷ്മണ ഹെബ്ബാർ അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് അദ്ദേഹം സംസാരിക്കുന്നത്. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അനന്തപുരം കാസർഗോഡ് ജില്ലയിൽ ഒരു മഹാപുണ്യസ്ഥലമാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. ഈ അമ്പലത്തിലേക്ക് 3000 കൊല്ലം പഴക്കമുണ്ട്. 3000 കൊല്ലം പറയുമ്പോൾ ദ്വാപര യുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഭൂലോകത്തിൽ ഋഷിമുനികളാണ് സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ജനിച്ചിട്ടില്ല ആ സമയത്ത്. ആ ഋഷിമുനികളെ കാലത്തിൽ ഈ ഭൂലോകത്തിൽ അവിടെ സഞ്ചാരം ചെയ്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഋഷിയാണ് അഗസ്ത്യമുനി. ഈ അഗസ്ത്യമുനി ഇവിടെ അവരെ പരിവാരം വന്ന് ഇവിടെ തപസ്സും ധ്യാനം ഹോമാദികൾ ചെയ്തിരിക്കുന്ന പുണ്യസ്ഥലമാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. അവർ സമ്പ്രദായ പ്രകാരം നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് കടുശർക്കര പാകത്തിൽ ഉണ്ടാക്കിയ മഹാവിഷ്ണു. അനന്തപത്മനാഭസ്വാമി പറയുന്നത് വിഷ്ണുവാണ്. ശ്രീദേവി ഭൂദേവി സഹിത അനന്തപത്മനാഭസ്വാമി അല്ലാതെ ഹനുമ ഗരുഡ നാഗകന്യകയുള്ള 7 വിഗ്രഹങ്ങളെ ശ്രീകോവിലിൽ ലേപന ചെയ്ത് ഉണ്ടാക്കിയ വിഗ്രഹങ്ങളുണ്ടായിരുന്നു പുരാതന കാലത്തിൽ. ഇതെല്ലാം ഋഷിമുനികളുടെ സമ്പ്രദായമാണ്. ഈ കടുശർക്കര എന്ന് പറയുന്നത് അദ്ഭുതമാണ്. പീഠപ്രതിഷ്ഠ, അസ്ഥികൂടം, ഞരമ്പ്, മാംസഖണ്ഡം ഈ സങ്കല്പത്തിൽ ആയുർവേദിക് വസ്തുക്കളെ ശുദ്ധീകരിച്ച് 24 പ്രവേശം ലേപന ചെയ്യുമ്പോൾ ഈ രൂപങ്ങൾ വരും. അവസാനത്തെ ലേപനമാണ് നാച്ചുറൽ കളർ. ഇതെല്ലാം ഒരുപാട് 68 കൂട്ട് ആയുർവേദിക് വസ്തുക്കളെ ശുദ്ധീകരിച്ച് മിശ്രണ ചെയ്ത് പാക ചെയ്ത് ലേപനം ചെയ്തിരിക്കുന്ന വിഗ്രഹങ്ങളാണ് കടുശർക്കര വിഗ്രഹങ്ങൾ. അങ്ങനെ അഗസ്ത്യമുനികൾ ഇവിടെ ആ വിഗ്രഹത്തിനെ പ്രതിഷ്ഠാപിച്ച് പൂജാദികൾ കഴിപ്പിച്ച് അവരുടെ കാലം കഴിഞ്ഞ ശേഷം ബില്ലമംഗല സ്വാമിജി ഈ സ്ഥലത്തേക്ക് യാത്ര വന്നു. അവർ ഈ ഭഗവാനെ പൂജാദികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാവിഷ്ണു കുട്ടിയുടെ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ബില്ലമംഗല സ്വാമിജിക്ക് ആ കുട്ടി ഭഗവാൻ എന്നറിയില്ല. ഏതോ ഒരു കുട്ടിയെ വിചാരിച്ച് ഒന്നിച്ച് കളിച്ചുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ട് കുറേ കാലം ഉണ്ടായിരുന്നു. ഒരു ദിവസം പൂജാ സമയത്ത് കുട്ടി കൂടുതൽ ശല്യം ചെയ്യുമ്പോൾ സ്വാമിജിക്ക് ദ്വേഷം വന്നു. അങ്ങനെ ഇടത്ത കൈകൊണ്ട് തള്ളുന്ന റഭസത്തിൽ കുട്ടി വീണ സ്ഥലത്തിൽ ഇവിടെ ഗുഹ ഉണ്ടായി. ഈ ഗുഹാ മുഖാന്തരം അദൃശ്യമായി കുട്ടി പോകുമ്പോൾ അശ്രീരവാണി പറയുന്നു, ഇനി ഭഗവാനെ കാണണമെങ്കിൽ അനന്തകാടിലേക്ക് വരണം.
ഈ അനന്തകാട് പറയുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം അനന്തപത്മനാഭ ക്ഷേത്രം. അപ്പോൾ 3000 കൊല്ലം മുമ്പ് അവിടെ കാടായിട്ടുണ്ടായിരുന്നു. അനന്തകാട് പറയുന്ന സ്ഥലം ഇപ്പോൾ വലിയ അമ്പലമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ അശീലവാണി പറയുമ്പോഴാണ് ബില്ലമംഗല സ്വാമിജിക്ക് ആ കുട്ടി ഭഗവാനെന്ന് അറിഞ്ഞത്. അങ്ങനെ കുട്ടീനെ പിടിക്കാൻ പോയി കിട്ടിയില്ല. ഒരു ജ്യോതിർലിംഗമായി ഈ ഗുഹാമുഖാമത്തിൽ അദൃശ്യമായി പോയി. ഇവിടെ 5 കിലോമീറ്റർ ദൂരത്തിൽ കുമ്പള ടൗണിൻ്റെ അടുത്ത് മൊഗ്രാൽ കടൽ തീരത്തിൻ്റെ തടാകത്തിൽ ഈ ഗുഹയുടെ നെക്സ്റ്റ് ദ്വാരം ഇപ്പോഴും കാണാം. ആ ഗുഹ കൊണ്ട് സഞ്ചരിച്ച് കടപ്പുറത്തിൽ തന്നെ എണിച്ച് അനന്തകാടിലേക്ക് ഭഗവാൻ അദൃശ്യമായി പോയതെന്ന് ഐതിഹ്യം. ഈ അനന്തകാട് പറയുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം. അത് കേരളത്തിൻ്റെ ആദ്യ വിഷ്ണു ക്ഷേത്രമാണ് അനന്തപുരം. അവസാനത്തെ വിഷ്ണു ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ മൂലസ്ഥാനമാണ് ഈ സ്ഥലം പറയപ്പെടുന്നത്. അഷ്ടമംഗല പ്രശ്നത്തിൽ അതേപോലെ പറയപ്പെടുന്നു. ഈ ഐതിഹ്യം ഇതെല്ലാം അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടത് കൊണ്ട് ഞങ്ങൾ പറയുന്നത്. അത് ശരിയാണ് സ്വാമി. അപ്പോൾ അനന്തപുരം തിരുവനന്തപുരം പേരും അങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ നമ്മളിപ്പോൾ ഈ ക്ഷേത്രകുളത്തിൽ പണ്ട് കാലത്തെ ഒരു മുതലയുടെ ഒരു ചരിത്രം പറയാനുണ്ട്. അത് എങ്ങനെ വന്നു? ഒരു ജൈവികമായ ഒരു ജീവിയാണ് മുതല. വെജിറ്റേറിയൻ ക്രൊക്കഡൈൽ, സസ്യഹാരിയായ ഒരു മുതല പണ്ടേ ഉണ്ടായിരുന്നു എന്ന് ഐതിഹ്യമുണ്ട്. ഇത് ബില്ലമംഗല സ്വാമിജി പൂജാദികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുതല ഉണ്ടായിരുന്നു. അപ്പോൾ അത് 1946 ബ്രിട്ടീഷ് പട്ടാളമാർ ആക്രമിച്ച് ആ മുതലനെ വെടിവെച്ച് കൊന്നു. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടി. ഞങ്ങൾക്ക് 47 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ നാട്ടുകാർ തിരിച്ചു വരുമ്പോൾ ഇനിയൊരു മുതല ഇവിടെ കാണാൻ കിട്ടി. വീണ്ടും ഒരു മുതല, രണ്ടാമത്തെ മുതല കാണാൻ കിട്ടി. അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് അറിയില്ല. പണ്ടത്തത് അങ്ങനെ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലം 2022 മരിച്ചു. വയസ്സായിട്ട് അത് 70 അങ്ങനെ അത് മരിച്ച ശേഷം മൂന്നാമത്തെ മുതല കഴിഞ്ഞ കൊല്ലം ഇവിടെ വീണ്ടും വെള്ളത്തിൽ ഇപ്പോൾ മുതലുണ്ട്. ഞാൻ കുറെ നോക്കി, പക്ഷെ കണ്ടില്ല. ചെറിയൊരു അനക്കം കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണും. ചെറിയ മുതലയാണ്. അതെ, ചെറിയ മുതല. അപ്പോൾ വയസ്സായിട്ടില്ല. ചെറിയൊരു മുതല ഉദ്ഭവമായിട്ടുണ്ട്. അത് ഒരു വിശേഷതയാണ്. ദൈവികമായ ഒരു ജീവിയാണ് മുതല. നമുക്ക് നിവേദ്യം കാര്യങ്ങൾ മാത്രമല്ലേ അത് സമർപ്പിച്ച ശേഷം രാവിലെ 8 മണിക്കും 1 kg ചോറ് മുതലക്ക് കൊടുക്കും. ഉച്ചയ്ക്ക് 12 മണിക്കും കൊടുക്കും. 2 ദിവസം നേരം നൈവേദ്യം കൊടുക്കാറുണ്ട്. ഭക്തജനങ്ങൾ ഈ മുതല നൈവേദ്യം നേർച്ചയായിട്ട് പറയും. ഓരോരുത്തരുടെ ഇഷ്ടാർത്ഥ സിദ്ധിക്ക് വേണ്ടി ഈ മുതലക്ക് നൈവേദ്യം ഇവിടെ പ്രാർത്ഥിക്കും. അത് സമർപ്പിക്കും. അങ്ങനെ ഒരു വിശിഷ്ടമായ ഒരു വിഷയമാണ് മുതലയുടെ കാര്യം. നിത്യം രാവിലെ, ഉച്ചക്ക്, രാത്രി 3 നേരം പൂജയുണ്ട്. ഉച്ചക്ക് അന്നദാനമുണ്ട്. പിന്നെ വിശേഷ ദിവസങ്ങളിൽ വിശേഷ പൂജാദികളുണ്ട്. രാവിലെ 4:30-5 മണിക്ക് 5:30 മണിക്ക് രാവിലെ തുറന്നാൽ ഉച്ചപൂജ കഴിഞ്ഞ ശേഷം 1 മണിക്ക് അടക്കും. പിന്നെ വൈകുന്നേരം 5:30 ശേഷം തുറന്നാൽ രാത്രി 8 മണിക്കും 8 മണി വിശിഷ്ടമായ ഉത്സവം അങ്ങനെ നടക്കുന്ന കുംഭമാസം 16-ാം തീയതി വാർഷിക ഉത്സവം നടക്കുന്നത്. തുലാമാസം 1-ാം തീയതി പുത്തരി നൈവേദ്യം സമർപ്പിക്കണം. നിത്യം സംക്രമണത്തിൻ്റെ ദിവസം സംക്രമണ ദുർഗാ നമസ്കാര പൂജ, ഗണപതി ഹോമം. പിന്നെ മാസത്തിൽ ഒരു നവക ശുദ്ധി കലശം മുഖേന നടത്താറുണ്ട്. പൗർണമി ദിവസം ഭജന നടത്താറുണ്ട്. ഇത് വിശിഷ്ടമായ വിശേഷ ദിവസങ്ങളിൽ സന്തോഷം. ഇത്രയും കാര്യങ്ങൾ അറിയുന്നത് വളരെ സന്തോഷം. നമസ്കാരം.
Hey!